ഈ മാഷന്മാരുടെ ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ കുറെ മാഷന്മാര് പരീക്ഷ എഴുതേണ്ടി വരുമല്ലോ. എല്ലാം പോവാലേട്ടാ, നിങ്ങളാനും ബാസ് മാസക്ക് പിരിയൻ ഇനി കുറെ കൊല്ലം ഉണ്ടോ? ഒരു 5-6 കൊല്ലം ഉണ്ടെന്നാ തോന്നുന്നത്. 5 കൊല്ലത്തിന് ഇപ്പുറത്തായിരുന്നെങ്കിൽ മാഷ്ക്ക് പരീക്ഷ എഴുതണ്ടേനു. ഞാൻ ഓനോട് പണ്ടേ പറഞ്ഞതാ പരീക്ഷ എഴുതാൻ, കേട്ടില്ല. ഇപ്പൊ എന്തായി? പഠിപ്പോട് പഠിപ്പാ കുട്ടികളെ പോലെ. എല്ലേലും ഈ മാഷന്മാർക്കെന്നാ പണി? രാവിലെ 10 മണിക്ക് പോകണം, 4 മണിക്ക് വരണം. ശനിയും ഞായറും ലീവാ. ഈ കണ്ടറിൽ കാണുന്ന ചോന്ന കടലിൽ എന്തിനാ? അന്നും ഇവർക്ക് ലീവാ. ശക്തിയിൽ ഒരു മയങ്ങി പെയ്തു കഴിഞ്ഞാൽ അന്നും ലീവാ. എന്നാ ഞമ്മളോ അതിർത്തിയില് രാത്രിയുമില്ല പകലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് നിൽക്കുന്നോണ്ടാ, ഈ മെഷ്യങ്ങളും പിടിച്ച് നിൽക്കുന്നോണ്ടാ നിങ്ങൾ സ്വൈര്യമായിട്ട് കിടന്നുറങ്ങുന്നേ. ഈ മാഷന്മാർക്ക് എത്രയാ ശമ്പളോ? അനുഭവിക്കട്ടോർ അല്ല. പിന്നെ കിടക്കുന്നില്ല നിങ്ങള്? സമയം 12 മണിയായി. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തൂറ്റ്. കിടന്നുറങ്ങിക്കോ. എന്തൊരു കഷ്ടായത്. ഒരാഴ്ച മനുഷ്യൻ തീയാ തിന്നുന്നത്. 4 നേരം വെട്ടി വിഴുങ്ങിയിട്ട് നമ്മളെല്ലാരും ഇനി ഇങ്ങനെ സ്കൂളിൽ തുടരണമെങ്കിൽ ഈ പരീക്ഷ വയസ്സാം കാലത്താണ് ഇനിയൊരു പരീക്ഷ. നിങ്ങൾക്കോ ഉറക്കില്ല, ബാക്കിയുള്ള ആളവർക്കും കൂടി കളയണം. ഒരു കൊല്ലോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനും രക്ഷപ്പെടുക. വല്ലാതെ ഗതികേടായി പോയല്ലോ മാഷെ. വയസ്സാം കാലത്ത് പിള്ളേരെ പോലെ പരീക്ഷ എഴുതേണ്ട കഷ്ടായി പോയി. ഇങ്ങനെ പോയാല് ഇത് പുറത്ത് പോണ്ടി വരണോ മാഷെ? ഉറപ്പല്ലേ? പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ പണി പോകും, അത് ഉറപ്പ്. ഒരു കേട്ടിട്ടും എന്തോ നിനക്കാണെങ്കിൽ ഒന്നും തലേ കിടക്കുന്നുണ്ടോ മാഷേ? നമുക്ക് കോടതി പോയാലോ മാഷേ? സുപ്രീം കോടതി വിധിയാ മാഷെ. അതായത് കേട്ടിട്ട് പരീക്ഷ പാസ്സാകാത്ത ആരും പഠിപ്പിക്കണ്ടെന്ന്. ഇയാൾക്കെന്ത് ഇതൊന്നും ബാധയല്ലേ? കുമാരമാഷേ, നിങ്ങൾക്ക് കേട്ടിട്ടൊന്നും പാസ്സാകണ്ടോ മാഷേ? കേട്ടോ, ഞാനും ഷാരിയും കമ്പൈൻ ശരിയാ വീട്ടിൽ നിന്ന്. ഇന്നലെ ടീച്ചർ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. മാഷേ ലഡു. ഓ, പ്ലീസ്, ടീച്ചർക്ക് കൊണ്ട് വിശേഷായല്ലേ? ഒന്ന് പോ മാഷേ, ഇവിടെ ഒന്നിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. അന്നേരം വിവാഹ വാർഷികം. പാസ്സായി. അടിപൊളി. താങ്ക് യു മാഷേ. കണക്കോ ഷാരാ? ഞാനില്ലേ? പിന്നെ ആരാ? ഇരിക്കുങ്ങള് ലഡു. ലഡു. ഇരിക്കും. ഞാൻ 10ാം ക്ലാസ്സിൽ അൻവിൻ്റെ അച്ഛനാ. ഇതെന്നാ മാഷേ നിങ്ങളെല്ലാം ഇരുന്ന് ചെയ്യുന്നു? എന്തിനാ എൻ്റെ കുട്ടീനെ അയക്കുന്നത്? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. കണക്ക് മാഷടിയില്ലേ? അയാൾ പാടമൊന്നും എടുത്തിട്ടില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്, നിങ്ങളെ കുട്ടീനെ ഞാൻ നോക്കിക്കോളൂ. മാഷോട് ഞാൻ സംസാരിച്ചോളൂ. നിങ്ങളിപ്പോൾ പോയിക്കോ. നിങ്ങൾ പോയിക്കോ. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പോവാം. ആയിക്കോട്ടെ, ഓക്കെ. ഞാൻ ഇന്നും വരൂ. ഇതാ പരീക്ഷ കേട്ടെ, അപ്പം കാണാം. എല്ലാവരും കേട്ടല്ലോ. കണക്ക് മാഷക്കൊന്നും പറയാനല്ലേ? എൻ്റെ മാഷെ, നിങ്ങൾ എന്നോട് തന്നെ ഇത് പറയണം. ഞാനെങ്ങനെയാ മാഷെ പാടെടുത്ത് തീർക്കണ്ടത്? ഇപ്രാവശ്യം ടെക്സ്റ്റ് എപ്പാ വന്നതെന്ന് മാഷ്ക്ക് നന്നായിട്ട് അറിയാലോ. അതിലാണെങ്കിൽ പഠിപ്പിച്ച് തീരാതെ അത്രയുണ്ട്.
ഒന്നും പോരായിട്ട് ഇപ്രാവശ്യത്തെ കാലവർഷക്കെടുതിയിൽ എത്ര പ്രാവശ്യം കലക്ടർ അവധി പ്രഖ്യാപിച്ച്. പിന്നെ ആ ചെക്കന്റെ കാര്യം, ആ ചെക്കനപ്പ മര്യാദക്ക് ക്ലാസ്സിൽ വന്നിട്ടുള്ളത് അതടക്കട്ടെ. ഞാൻ എപ്പോഴാ മാഷെ പഠിപ്പിച്ച് തീർക്കണ്ട്? ഇതൊന്നും പോരായിട്ട് മാഷല്ലേ എന്നെ കലാമേള എന്നെ കൺവീനർ ആക്കിയ, അതൊന്നും പോരായിട്ട് സബ്ജിൽ എന്നെ കൺവീനറും. അത് പോട്ടെ മാഷെ, സാറില്ല, വിട്ടേക്ക്. എങ്ങനെ പോകാനാ മാഷെ? ശനിയും ഞായറും അടക്കം 1.5 മാസമായില്ലേ സ്കൂളിൽ തന്നെ. ഇന്നലെ മാഷക്കറിയോ, നാടകത്തിന്റെ റിഹേഴ്സലും കഴിഞ്ഞ് കുട്ടികളെ ഓരോരുത്തരെ വീട്ടിലെത്തിച്ചിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോ 11:30 മണി. എന്റെ ഭാര്യ എന്നോട് മിണ്ടിയിട്ടില്ല. വീട്ടിലെ കാര്യം നോക്കാതെ എത്ര ദിവസമായി മാഷക്കറിയോ? ഇതിന്റെ അടക്ക ഈ ഒരു കേട്ടു, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ മാഷ പഠിപ്പിക്കണ്ടത്? എന്താ മാഷന്മാരെ വെല്ലടിച്ചായിട്ടില്ലേ? മാസം കൊണ്ട് വിചാരൊന്നുമില്ലേ? ക്ലാസ്സിൽ വെച്ച് എന്നോട് എന്താ പറഞ്ഞറിയോ മാഷ്ക്ക്? എന്താ പറഞ്ഞ? പറടാ പറ. കൂടെ കുറെ കൊരങ്ങന്മാരുണ്ട്. പറ. പിന്നെന്താ എന്നോട് നീ പറഞ്ഞേ? ടീച്ചർക്ക് ഗർഭമുണ്ടോന്ന് വെച്ചാ സമ്മാടിത്തരം പറയണ കേട്ടാ. ടീച്ചറെ വടിയെടുത്താ ഓഹോ, നീയാണ് എന്നെ ചോദ്യം ചെയ്യാൻ? മാഷെ അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊരങ്ങന്മാരെന്ന് ടീച്ചർ വിളിച്ചിട്ടില്ലേ? എന്നാ ടീച്ചർ അടിക്കണ്ടേ? നിന്നോടല്ലേടാ പറഞ്ഞ കൈചൂടാ. മാഷനടിക്കൂല, അതന്നെ കൊറപ്പാ. ധൈര്യം മാഷ അടിക്ക്. 10.96 മാഷ്ക്ക്. വേണ്ട മാഷെ, പിള്ളേർ തൊട്ട് കളിക്കണ്ട മാഷ. മാനവും പണിയും പോകും. ശരിയാ മാഷെ. നിങ്ങളിൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞിടക്കില്ല. ഇനി മേലാൽ ആവശ്യമില്ല, ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താ. അതിന് മാഷ് എന്നെ പുറത്താക്കാൻ മുമ്പേ മാഷാ പുറത്താകുക. മാഷ്ക്ക് കേട്ടിട്ട് കിട്ടിയിട്ടില്ലല്ലോ. അധ്യാപക യോഗ്യതാ പരീക്ഷയായ ടെറ്റ് പാസ്സാകാത്തവർ അധ്യാപക ജോലി അവസാനിപ്പിക്കണമെന്ന വിധിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 2025 സെപ്റ്റംബർ 1 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായം ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്.